നമ്മുടെ വീടിന്റെ ഏറ്റവും ഹാർട്ട് അല്ലെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലമായിരിക്കും കിച്ചൺ. അതേപോലെ ഈ വീട്ടിൽ വന്നിരിക്കുന്ന ഒരു കിച്ചനെ കുറിച്ച് നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ്. ഇതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഈ ഒരു ഓപ്പൺ കിച്ചൺ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മളൊരു വുഡന്റെ മൈക്ക് വെച്ചിട്ട് നമ്മളൊരു ആർക്കിട്രൈവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ നമ്മളൊരു ഗ്ലാസ് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തൊരു ക്രോക്കറി ഷെൽഫും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ആർക്കിട്രൈവിൽ തന്നെ നമ്മളൊരു നല്ല മനോഹരമായിട്ടുള്ള ഒരു രണ്ട് ഹാങ് ലൈറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഓപ്പൺ കിച്ചണിലേക്ക് പാസ് ചെയ്യുമ്പോൾ, അതായത് നമുക്ക് ഇവിടുന്ന് ഫുഡ് സെർവ് ചെയ്യാനും അതേപോലെ കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ ബാക്കിലായിട്ട് നമ്മളൊരു ചെറിയൊരു സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു ടേബിൾ പോലെ തന്നെയാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു ടോൾ യൂണിറ്റ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓവൻ സ്റ്റോറേജും അതേപോലെ തന്നെ നമുക്ക് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റോറേജും നമ്മളൊരു ടോൾ യൂണിറ്റ് ഫീൽഡിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് ജി പ്രൊഫൈൽ ഹാൻഡിൽസ് ആണ്. ഇതിനെല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്തത്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ജി പ്രൊഫൈൽ യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ അരം കൊണ്ടിട്ട് നമ്മുടെ കൈ മുറിയാനും കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് എൻഡ് ക്യാപ്പ് മസ്റ്റ് ആയിട്ടും നമ്മൾ യൂസ് ചെയ്യണം. ഇതിന്റെ ബേസ് ക്യാബിൻ ഫുൾ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് WPC ആണ്. വാൾ ക്യാബിൻ യൂസ് ചെയ്തത് പ്ലൈവുഡ് ആണ്. അതെന്തിനാന്ന് പറഞ്ഞാൽ നമുക്കത് കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്തത്. നമുക്ക് ഇതിനകത്ത് മിനിമൽ ആക്സറീസ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. നമുക്കൊരു കട്ട്ലറി, അതേപോലെ തന്നെ കപ്പ് ആൻഡ് സോസർ, താലി ബാസ്ക്കറ്റ്, പുൾ ഔട്ട്, ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ വേസ്റ്റ് ബിന്നും ഡിറ്റർജന്റ് ഹോൾഡറും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മാക്സിമം സ്റ്റോറേജ് കിട്ടാവുന്ന രീതിയിൽ ഒരു യു ഷേപ്പ് കിച്ചൺ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് വാൾ ക്യാബിൻ നമ്മൾ ബേജ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ള് വാൾ ക്യാബിൻ ബേജ് കളറിൽ തന്നെ അതിന്റെ അടിയിൽ ഒരു പ്രൊഫൈൽ ലൈറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലായിട്ട് നമുക്കൊരു ലോഫ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് പൊടി പിടിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം സ്റ്റോറേജ് അവർക്ക് കിട്ടണമെന്ന് പറഞ്ഞു ആ സെയിം ഇതിനകത്ത് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ സൈഡ് ബൈ സൈഡ് ആയിട്ടുള്ള ഒരു ഫ്രിഡ്ജിന് ഒരു സ്പേസ് അവർക്ക് വേണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ക്ലയന്റിന്റെ ആവശ്യപ്രകാരം സൈഡ് ബൈ സൈഡ് ആയിട്ടുള്ള ഒരു ഫ്രിഡ്ജിനുള്ളൊരു സ്പേസും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈലെല്ലാം നമുക്ക് ഫ്ലോർ ടൈലെല്ലാം കണ്ടിന്യൂറ്റിലി നമുക്ക് വരാവുന്ന രീതിയിൽ ഫുൾ ഒറ്റ ടൈലാണ് നമ്മൾ ഈ വീട് ഫുള്ളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മളൊരു ഗ്രേ തീമിലുള്ള ടൈലാണ്. നമുക്ക് ഈ ഒരു മാച്ചിങ്ങിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മൈക്കെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലോസിയാണ്. ഗ്ലോസി ഗ്രേ കളറിലുള്ള ഒരു ഗ്ലോസിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് അതിന് അറ്റാച്ച് ചെയ്ത് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബീജ് കളറിലാണ് വാൾ ക്യാബിൻസ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് നമ്മൾ ടൈൽ കൊണ്ട് ഈ വാൾ ക്യാബിനും ബേസ് ക്യാബിനും തമ്മിലുള്ള ഗ്യാപ്പ് ഫുള്ളായിട്ട് ടൈലിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് സ്പേസ് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് സ്റ്റോറേജ് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വിൻഡോസ് എല്ലാം വാൾ ക്യാബിന്റെ ബേസ് ക്യാബിന്റെ ഇടയിലാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം ലൈറ്റിംഗ് കടന്നു വരാൻ വേണ്ടി ലെങ്ത് വിഡ്ത്ത് കൂടിയിട്ടുള്ള വിൻഡോസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനൊരു സീബ്ര ബ്ലൈൻഡ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഹുഡ് ഹോബും കാര്യങ്ങളും നമ്മൾ ഫാബറിന്റെ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 3 ബർണർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ക്വയർ ടൈപ്പിൽ നമുക്ക് കിച്ചൺ വരുന്നുണ്ട്. അതിന് മാച്ചിങ് ആയിട്ട് നമ്മളൊരു ചിമ്മിണിയും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഈ കിച്ചന്റെ ബേസിൽ നമ്മൾ ബേസ് ക്യാബിന്റെ അടിയിൽ നമ്മൾ സ്കേർട്ടിങ് PVC സ്കേർട്ടിങ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. നമ്മൾ അത് എന്തായാലും ആ ഒരു സ്കേർട്ടിങ് യൂസ് ചെയ്തില്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം കാര്യങ്ങൾ കയറി പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഫ്ലഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതൊരു റബ്ബർ ബീഡിങ് കൊണ്ടിട്ടുള്ള ഒരു PVC സ്കേർട്ടിങ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ കൺജഷൻ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് ഓപ്പൺ കിച്ചൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് നീറ്റ് ആയിട്ടിരിക്കും. അപ്പൊ നമുക്ക് മാക്സിമം സ്റ്റോറേജ്, അതേപോലെ തന്നെ മാക്സിമം നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ സ്പേസും യൂസ് ചെയ്യാവുന്ന രീതിയിൽ ആക്സസറീസ് ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യണം. മിനിമം നമുക്കൊരു 5 ആക്സസറീസ് എങ്കിലും നമുക്ക് ഇതിനകത്ത് അറേഞ്ച് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ഒരു മോഡുലാർ കിച്ചൺ യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒരു മാക്സിമം സ്പേസ് യൂസ് ചെയ്തിട്ട് മാക്സിമം സ്റ്റോറേജ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ നമ്മളിവിടെ ഒരു വർക്ക് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ഒരു ബ്രൂം യൂണിറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന വർക്ക് ഏരിയയിലാണ്. ഈ ഒരു ചെറിയ രീതിയിൽ നമുക്ക് സ്പേസ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്രൂം യൂണിറ്റ് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.